അല്ലോ എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിൽ ഫ്രീലി ക്രാഫ്റ്റാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നമുക്കിപ്പോൾ A4 ഷീറ്റാണല്ലോ. ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്യുന്ന പോലെ രണ്ട് കളർ നമുക്ക് ഇഷ്ടമുള്ള ഓപ്പോസിറ്റ് ഉണ്ട്. അട്രാക്ഷൻ കളർ 2 പേപ്പർ എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ഒട്ടിച്ചെടുക്കണം. നോക്കി ഞാൻ 2 കളർ ഇതുപോലെ ഒട്ടിച്ചെടുത്തേക്കാണ്. നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഏത് വശമാണ് ഭംഗി കുറഞ്ഞു വെച്ചാൽ ആ വശം ഇവിടെ നേർ സെൻറ്ററിൽ നിന്ന് അല്പം നീക്കി ഇങ്ങോട്ടും, ഇത് നേർ സെൻറ്ററിൽ നിന്ന് എനിക്ക് അല്പം ഇങ്ങോട്ട് നീക്കി ഒട്ടിക്കുമ്പോൾ ഈ ശരിക്കും ഒട്ടിച്ച ഈ മടക്കിനനുസരിച്ച് ഒട്ടിച്ചാൽ അത് കറക്റ്റായിരിക്കും. ഇതുപോലെ ഫെവിക്കോൾ എന്തെങ്കിലും തേച്ചിട്ട് നമ്മൾ ഇത് രണ്ടും മാത്രം ഒട്ടുന്ന പോലെ ഒട്ടിച്ചെടുക്കണം. അത് നീങ്ങാതെ ഇവിടെ മുട്ടും ചെയ്യരുത്, അതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഇരിക്കണം, ഒരിക്കലും ഉള്ളിലോട്ട് ഒട്ടിപ്പോകരുത്, തമ്മിൽ ഒട്ടിപ്പോകരുത്. ശേഷം ഇത് രണ്ടും കൂടി ഇങ്ങനെ സെൻറ്റർ കൃത്യമായിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇവിടെയും ഒട്ടിക്കും. പശ വെച്ച് ഒട്ടിക്കണം. ഇതുപോലെ മടക്കിയിട്ടുണ്ട്, ഇനി ഒട്ടിക്കാം. ഇവിടെയും പശ വെച്ച് ഒട്ടിക്കണം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ അവിടെ പശ തേക്കുമ്പോൾ ഈ ഒട്ടിച്ച ഭാഗത്ത് നിന്ന് അല്പം നീക്കി ഒട്ടിച്ചാൽ ഉള്ളിലോട്ട് പശ കേൾക്കില്ല, ഒട്ടിപ്പിടിക്കില്ല. ഇതുപോലെ വരച്ചിട്ട് ഒരു 6 എണ്ണം ഇതുപോലെ വരച്ച് വെട്ടിയെടുക്കണം. കാണിച്ചു തരാം. ഒരു 6 പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒട്ടിച്ച് ഇങ്ങനെ നന്നായിട്ട് ഇവിടെ പ്രസ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കുക. ലാസ്റ്റിലത്തെ നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഓരോന്നിങ്ങനെ നീക്കി നോക്കണം. തമ്മിൽ അതിൻ്റെ ഉള്ളിൽ ഒട്ടാൻ പാടില്ലാത്തടത്ത് ഒട്ടിയിട്ടുണ്ടോയെന്ന് നോക്കണം. പിന്നെ ഇവിടെ ഒന്നുകൂടി ഒട്ടിക്കണം. ഒട്ടും പശ വയ്ക്കണം. നമുക്ക് ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഇതിൻ്റെ ഈ അറ്റത്തും ഇവിടെയും കൂടി വിരലിട്ടിട്ട് നമ്മളിതിനെ